തിരുവനന്തപുരത്ത് 2 പേർക്ക് കൂടി അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു. ഇതോടെ സംസ്ഥാനത്തെ രോഗബാധിതരുടെ എണ്ണം 3ആയി. 10 പേർ രോഗമുക്തി നേടിയിരുന്നു. അഖിൽ ഷാ അൻസാർ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. അഖിൽ ഷാ, ഇത് ആർക്കെല്ലാമാണ് ഇത് സ്ഥിരീകരിച്ചത്, രോഗം സ്ഥിരീകരിച്ചത്? ഒരു പക്ഷേ പേരുവിവരങ്ങൾ വെളിപ്പെടുത്താൻ കഴിയുമോ എന്ന് എനിക്ക് അറിയില്ല. എന്താണ് അവരുടെ ഒരു ആരോഗ്യനില? കൂടുതൽ വിവരങ്ങൾ എന്താണ്? സ്മിത, ഈ തിരുവനന്തപുരം തിരുമല അതുപോലെ തന്നെ മുള്ളുവിള തുടങ്ങിയ സ്ഥലങ്ങളിലുള്ള 2 യുവതികൾക്കാണ് നിലവിൽ അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം നാവായിക്കുളം സ്വദേശിയായ ഒരു വിദ്യാർത്ഥിക്കും അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചിരുന്നു. നിലവിൽ 3 പേരാണ് തിരുവനന്തപുരം ജില്ലയിൽ, അതുപോലെ തന്നെ സംസ്ഥാനത്താകെ 3 പേരാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിലവിൽ ചികിത്സയിലുള്ളത്. കഴിഞ്ഞ ദിവസം ചികിത്സയിൽ പ്രവേശിച്ച വിദ്യാർത്ഥിക്ക് ആരോഗ്യനില തൃപ്തികരമാണെന്ന് കഴിഞ്ഞ ദിവസം തന്നെ ആരോഗ്യവകുപ്പ് അറിയിച്ചിരുന്നു. നിലവിൽ 2 പേരാണ് ചികിത്സയിലുള്ളത്, 2 യുവതികളാണ് ചികിത്സയിലുള്ളത്. അവരുടെ ആരോഗ്യനിലയിലും കാര്യമായ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാണ് നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട അധികൃതർ അറിയിക്കുന്നത്. 2 പേരും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ന്യൂറോ വിഭാഗത്തിൽ ചികിത്സയിലാണ്. നമുക്കറിയുന്നത് പോലെ തന്നെ കഴിഞ്ഞ ആഴ്ചയാണ് ഈ തിരുവനന്തപുരത്ത് 10 പേർ, ഈ അസുഖം ബാധിച്ച് ചികിത്സയിലായിരുന്ന 10 പേർ ആശുപത്രി വിട്ടത്. അതോടൊപ്പം തന്നെ സംസ്ഥാനത്താകെ 19 പേർക്കാണ് ഇതുവരെ അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചിട്ടുള്ളത്. എന്തായാലും ഈ വിഷയത്തിൽ കടുത്തൊരു ആശങ്ക വേണ്ട എന്നുള്ളതാണ് ആരോഗ്യവകുപ്പും ആരോഗ്യമന്ത്രിയും അടക്കമുള്ളവർ അറിയിക്കുന്നത്. ശരി, അഖിൽ ഷാ അൻസാറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേർന്നത്. 2 പേർക്ക് കൂടി അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചിരിക്കുന്നു.